സിലിക്കൺ വാലിയിലെ ഒരു പ്രമുഖ ബിസിനസ് ചൊല്ലുണ്ട്. നിങ്ങളൊരു പ്രോഡക്റ്റിന് പണം നൽകുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾ തന്നെയാണ് യഥാർത്ഥ പ്രോഡക്റ്റ്. ഒരു ഞെട്ടിക്കുന്ന സത്യം പറയട്ടെ, നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ സമയവും നിങ്ങൾ അറിയാതെ തന്നെ വൻ കോർപ്പറേറ്റുകൾ ലേലം വിളിച്ച് വിൽക്കുകയാണ്. നിങ്ങളുടെ തലച്ചോറിനെ ഹാക്ക് ചെയ്ത് കോടികൾ കൊയ്യുന്ന അറ്റൻഷൻ എക്കോണമി എന്ന ഭീകരമായ ബിസിനസ് ലോകത്തെക്കുറിച്ചും ഇതിൽ നിന്ന് നിങ്ങളുടെ ജീവിതം എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി നോക്കാം. ഒരു മുൻ ഫേസ്ബുക്ക് ഡേറ്റ സയന്റിസ്റ്റ് അടുത്തിടെ വെളിപ്പെടുത്തിയത് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച സൈക്കോളജിസ്റ്റുകളും അൽഗോരിതം എഞ്ചിനീയർമാരും ഒരുമിച്ചിരുന്ന് രാത്രിയും പകലും ചിന്തിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: നിങ്ങളെ എങ്ങനെ കൂടുതൽ സമയം ആ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കാൻ പ്രേരിപ്പിക്കാം എന്നതിനെക്കുറിച്ച്. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെ ഈ വീഡിയോയിൽ നിന്ന് കിട്ടുമെന്ന് കൂടി നോക്കാം. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഡിജിറ്റൽ ക്ലോൺ ഈ കമ്പനികൾ ഉണ്ടാക്കുന്നതെന്ന് കണ്ടെത്തും. അവർ നിങ്ങളുടെ ഇമോഷൻസിനെ എങ്ങനെ പണമാക്കുന്നു എന്ന അറിവ് നേടും. നിങ്ങളുടെ നഷ്ടപ്പെട്ട ഫോക്കസ് തിരിച്ചു പിടിക്കാനുള്ള കൃത്യമായ ഒരു സ്ട്രാറ്റജി കൂടി നമ്മളിന്ന് മനസ്സിലാക്കും. നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ സംഭവം ആലോചിക്കുക. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വെറുതെ ഒരു 5 മിനിറ്റ് നോക്കാം എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബ് ഷോർട്സോ ഒക്കെ ഓപ്പൺ ചെയ്യുന്നത്. എന്നാൽ ഒന്നിനു പുറകെ ഒന്നായി നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒടുവിൽ നോക്കുമ്പോൾ 2 മണിക്കൂർ കടന്നു പോയിട്ടുണ്ടാകും. ഇത് നിങ്ങളുടെ സ്വയം നിയന്ത്രണമില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. അത് അൽഗോരിതത്തിൻ്റെ വിജയമാണ്. പഴയ കാലത്തെ കാസിനോകളിലെ സ്ലോട്ട് മെഷീനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരു ലിവർ വലിക്കുമ്പോൾ എന്ത് സമ്മാനമാണ് വരിക എന്ന് നമുക്കറിയില്ല. വരാൻ പോകുന്ന ആ അപ്രതീക്ഷിത സമ്മാനത്തോടുള്ള ആകാംക്ഷയാണ് ആളുകളെ അതിൽ ആകർഷിക്കുന്നത്. ഇതേ സൈക്കോളജി തന്നെയാണ് നിങ്ങളുടെ പുൾ ടു റിഫ്രഷ് അല്ലെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പുതിയ റീൽസ് വരുന്നതിന് പിന്നിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെ വേരിയബിൾ റിവാർഡ് ഷെഡ്യൂൾ എന്നാണ് വിളിക്കുന്നത്. ഓരോ തവണ പുതിയൊരു രസകരമായ വീഡിയോ വരുമ്പോഴും നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന കെമിക്കൽ റിലീസ് ചെയ്യപ്പെടുന്നു. ഈ ഡോപ്പമിൻ ലൂപ്പിൽ കുടുങ്ങുന്നതോടെ നിങ്ങൾ നിങ്ങളുടെ സമയത്തെക്കുറിച്ചുള്ള ബോധം പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ പ്യുവർ ബിസിനസ്സിലേക്ക് കടക്കാം. എന്താണ് ഈ അറ്റൻഷൻ എക്കോണമി? പഴയ കാലത്ത് ഭൂമിയും എണ്ണയും ഫാക്ടറികളുമൊക്കെയായിരുന്നു ഏറ്റവും വലിയ സമ്പത്ത്. എന്നാൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ ലോകത്തിലെ ഏറ്റവും വിലയേറിയ അസംസ്കൃത വസ്തു അഥവാ റോ മെറ്റീരിയൽ നിങ്ങളുടെ ശ്രദ്ധയാണ്. നിങ്ങളൊരു ആപ്പിൽ എത്ര സെക്കൻഡ് കൂടുതൽ ചിലവഴിക്കുന്നോ അത്രയും കൂടുതൽ പരസ്യങ്ങൾ ആ കമ്പനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റും. മെറ്റയും ഗൂഗിളും വെറും സോഷ്യൽ മീഡിയ കമ്പനികളല്ല, അവർ ലോകത്തിലെ ഏറ്റവും വലിയ അഡ്വർടൈസിംഗ് ഏജൻസികളാണ്. പലരും വിചാരിക്കുന്നത് ഗൂഗിളും ഫേസ്ബുക്കും നമ്മുടെ ചാറ്റുകളും വോയിസ് മെസ്സേജുകളും നേരിട്ട് ചോർത്തി മറ്റ് കമ്പനികൾക്ക് വിൽക്കുന്നു എന്നാണ്. എന്നാൽ ഞാൻ പറയും, യഥാർത്ഥ ബിസിനസ് അതിലും വലുതാണ്. അവർ നിങ്ങളുടെ ഡേറ്റ ആർക്കും വിൽക്കുന്നില്ല, പകരം അവർ നിങ്ങളുടെ ശ്രദ്ധയാണ് വിൽക്കുന്നത്. അവർ ഡേറ്റ ഉപയോഗിച്ച് നിങ്ങളെ കൃത്യമായി പഠിക്കുന്നു, എന്നിട്ട് പരസ്യക്കാർക്ക് നിങ്ങളിലേക്ക് എത്താനുള്ള വഴി മാത്രം ലേലത്തിന് വെക്കുന്നു. ഒരു ശരാശരി മനുഷ്യൻ ഇന്ന് ദിവസം 2.5 മണിക്കൂറിലധികം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് ഒരു വർഷത്തിൽ ഏകദേശം 38 ദിവസങ്ങൾ. കോർപ്പറേറ്റ് കമ്പനികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള ഈ 38 ദിവസങ്ങളാണ് പണമാക്കി മാറ്റുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ വാക്കും, നിങ്ങൾ നോക്കി നിൽക്കുന്ന ഓരോ സെക്കൻഡും വെച്ച് അവർ നിങ്ങളെക്കായി നന്നായി നിങ്ങളെ മനസ്സിലാക്കുന്ന ആ സാങ്കേതിക വിദ്യ എന്താണ്? നിങ്ങളൊരു ഇൻസ്റ്റഗ്രാം റീൽ കാണുമ്പോൾ, ഒരു പ്രത്യേക വീഡിയോയിൽ നിങ്ങൾ എത്ര മില്ലി സെക്കൻഡ് കൂടുതൽ നേരം സ്ക്രീൻ തൊടാതെ നോക്കി നിന്നു എന്ന് വരെ ആ ആപ്പ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏത് പോസ്റ്റിനാണ് ലൈക്ക് അടിക്കുന്നത്, ഏത് തരത്തിലുള്ള കമൻറ്റുകളാണ് വായിക്കുന്നത്, ഇതെല്ലാം വെച്ച് സിലിക്കൺ വാലിയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ നിങ്ങൾക്കറിയാത്ത നിങ്ങളുടെ ഒരു ഡിജിറ്റൽ ട്വിൻ രൂപപ്പെടുന്നുണ്ട്. ഈ ഡിജിറ്റൽ ട്വിന്നിന് നിങ്ങളുടെ ഭയങ്ങൾ അറിയാം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അറിയാം, നിങ്ങൾ എപ്പോഴാണ് ഡിപ്രസ്ഡ് ആകുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്കൊരു പുതിയ സാധനം വാങ്ങാൻ തോന്നുന്നത് എന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളെ കൂടുതൽ ഇമോഷണൽ ആക്കുന്ന വീഡിയോകൾ അൽഗോരിതം കാണിക്കുക. ആ സമയത്ത് നിങ്ങൾക്കൊരു സാധനം വാങ്ങാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. കൃത്യം ആ മിനിറ്റിൽ നിങ്ങൾക്കൊരു ഷോപ്പിംഗ് പരസ്യം സ്ക്രീനിൽ വരുന്നു. ഇത് യാദൃശികമല്ല, ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത ന്യൂറോ മാർക്കറ്റിംഗ് ആണ്. ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം കോർപ്പറേറ്റ് കമ്പനികൾ എങ്ങനെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്നതിനെക്കുറിച്ചായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതിലൊക്കെ ഇപ്പോൾ എന്താ ഇത്ര വലിയ കാര്യം, നമ്മൾ വെറുതെ ഒരു വിനോദത്തിന് വേണ്ടിയല്ല ഇത് കാണുന്നതെന്ന്. എന്നാൽ ഇത് വെറും ഒരു വിനോദത്തിൻ്റെ പ്രശ്നമല്ല. ഇത് നിങ്ങളുടെ ചിന്താശേഷിയെയും നിങ്ങളുടെ കരിയറിനെയും നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെയും എങ്ങനെയാണ് തകർക്കുന്നതെന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇനിയുള്ള 5 മിനിറ്റ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ പോയി സ്ക്രീൻ പൂർണ്ണമായും ഗ്രേ സ്കെയിൽ അഥവാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. ചുവപ്പും മഞ്ഞയും പോലുള്ള ബ്രൈറ്റ് നിറങ്ങളാണ് നിങ്ങളുടെ തലച്ചോറിനെ കൂടുതൽ ആകർഷിക്കുന്നത്. സ്ക്രീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുന്നതോടെ ആപ്പുകൾ ഉപയോഗിക്കാനുള്ള നിങ്ങളുടെ താല്പര്യം 30% കുറയുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു.
ഈ അറ്റൻഷൻ എക്കോണമി ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ അപകടം നമ്മുടെ അറ്റൻഷൻ സ്പാൻ അഥവാ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചു നിൽക്കാനുള്ള കഴിവ് കുറയ്ക്കുന്നു എന്നതാണ്. ഇന്നൊരു ശരാശരി മനുഷ്യന്റെ അറ്റൻഷൻ സ്പാൻ വെറും 8 സെക്കൻഡാണ്. അതായത് ഒരു സ്വർണ്ണ മത്സ്യത്തെക്കാൾ കുറവ്. ഇനി നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു പിടിക്കാനുള്ള ആ 4 ആക്ഷൻ പ്ലാനുകൾ എന്തൊക്കെയാണ്? ആക്ഷൻ 1, നോട്ടിഫിക്കേഷൻ ഫാസ്റ്റ്. വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയ ആപ്പുകളുടെയും നോട്ടിഫിക്കേഷനുകൾ പൂർണ്ണമായും ഓഫ് ചെയ്യുക. ഫോൺ നിങ്ങളെ വിളിക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഫോൺ എടുക്കുക. ആക്ഷൻ 2, ഡിജിറ്റൽ ഡീടോക്സ് സോൺ. രാവിലെ എഴുന്നേൽക്കുന്ന ആദ്യത്തെ 30 മിനിറ്റും രാത്രി ഉറങ്ങുന്നതിന് മുൻപുള്ള 30 മിനിറ്റും ഫോൺ സ്ക്രീനിലേക്ക് നോക്കില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇനി ആക്ഷൻ 3, ടൈം ബ്ലോക്കിംഗ്. റീൽസ് കാണാൻ വേണ്ടി മാത്രം ദിവസം 20 മിനിറ്റ് മാറ്റിവെക്കുക. ആ സമയം കഴിഞ്ഞാൽ ആപ്പ് ബ്ലോക്ക് ചെയ്യുന്ന ടൈമറുകൾ ഉപയോഗിക്കുക. നിങ്ങൾ അൽഗോരിതത്തെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അൽഗോരിതം നിങ്ങളെ ഒരു റിമോട്ട് കൺട്രോൾ പോലെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. കോർപ്പറേറ്റുകൾക്ക് അവരുടെ പരസ്യ വരുമാനം കൂട്ടാൻ നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷങ്ങളാണ് അവർ കവരുന്നത്. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ വിജയത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. നിങ്ങളുടെ ഫോണിലെ സ്ക്രീൻ ടൈം സെറ്റിംഗ്സ് എടുത്തു നോക്കി നിങ്ങൾ ദിവസം എത്ര മണിക്കൂറാണ് ഫോൺ ഉപയോഗിക്കുന്നതെന്ന് സത്യസന്ധമായി ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഈ അറ്റൻഷൻ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് കൂടി കമൻറ്റ് ചെയ്തോളൂ. ബിസിനസ് ലോകത്തെ ഇത്തരം കണ്ണു തുറപ്പിക്കുന്ന രഹസ്യങ്ങളും തന്ത്രങ്ങളും ഇനിയും ലളിതമായി മനസ്സിലാക്കാൻ ദ പ്രോഫിറ്റ് ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ ദിവസവും ഇതുപോലൊരു ആഴത്തിലുള്ള അനാലിസിസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.